ബിപിൻ മോഹൻ, ജയ് വിഷ്ണു എന്നിവരെഴുതി നവാഗതനായിട്ടുള്ള വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത് ഷറഫുദ്ദീൻ, അതുപോലെ കല്യാണി പണിക്കർ എന്നിവരൊക്കെ പ്രധാന വേഷത്തിൽ വന്നിരിക്കുന്ന ഒരു ഫാമിലി ഫീൽ ഗുഡ് പടം. അതാണ് മധുവിധു. ഈ സിനിമ കണ്ടിരിക്കാവുന്ന പടം എന്ന് നമ്മൾ പറയുമ്പം കണ്ടിരിക്കാൻ പറ്റാതെ പിന്നെ കയറി അഭിനയിക്കാൻ പറ്റുമോ ഹോ എന്നൊക്കെ പറയുന്ന കോമഡി റിവ്യൂ വരുന്ന സിനിമകളുണ്ടല്ലോ, 90s കോമഡി, അങ്ങനത്തെ കാറ്റഗറി പെടാമെന്നുള്ള ഒരു സിനിമയാണ്. ഇത് ബോറടി ഇല്ലാതെ കണ്ടിരിക്കാം. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതൊരു മികച്ച സിനിമ എന്നൊന്നും പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഫാമിലി ഓഡിയൻസിനൊക്കെ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കൺസിഡർ ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്കുള്ള കുറേ മൊമെൻറ്റ്സ് സിനിമയിലുണ്ട്. അല്ലാതെ തന്നെ സിനിമയിൽ കുറേ കോമഡി വർക്കൗട്ടായിട്ടുണ്ട്. 1-2 പ്രൊപ്പോസൽ സീൻസ് സൂപ്പറായിരുന്നു ഇതിൽ വന്നിട്ടുള്ളത്. ഈ സിനിമയിൽ ഓരോ സമയത്തും ചിലർ പോയിൻ്റ് ഓഫ് അട്രാക്ഷനായിട്ട് വരും, സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ആ സമയത്ത് ജഗദീഷ് ചേട്ടൻ വരുമ്പോൾ സമയത്ത് അതൊക്കെ അടിപൊളിയാണ്. പഴയ കുറേ ജഗദീഷ് ചേട്ടൻ്റെ കുറേ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചിരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അസീസ് നെടുമങ്ങാട് കിട്ടു സാധനം. അസീസ് നെടുമങ്ങാട് സൈഡിൽ നിന്ന് റിയാക്ഷൻ വിടുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചിരി വരും. അങ്ങനെ കുറേ ചിരി ഇതിലുണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ. നല്ല നല്ല പോസിറ്റിവിറ്റി തരുന്ന കുറേ ചിരികൾ എന്നൊക്കെയുള്ളതാണ് ഈ സിനിമയുടെ ഒരു ഇത്. ഈ സിനിമയിൽ 1-2 കോൺഫ്ലിക്റ്റുകൾ സ്ഥിരം ഒരു ഫാമിലിയായിട്ട് തുടങ്ങി അതിൽ കുറേ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നു. കോൺഫ്ലിക്റ്റുകളിൽ നിന്ന് ഇവർ കരകയറുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുമോ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പടം തീരുന്ന സമയത്ത് പഴയ 90s സിനിമയിൽ എല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ആരെങ്കിലും ഒരു ചളി അടിക്കുമ്പോൾ എല്ലാവരും ഹഹ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുമ്പോൾ ആ ചിരി ഫോട്ടോ എടുത്ത് സംവിധാനം ഇന്നയാൾ, അങ്ങനെ ഈ സിനിമ തീർന്നല്ല ഞാൻ പറഞ്ഞത്. അതുപോലത്തെ പടങ്ങളുണ്ടല്ലോ, അതുപോലത്തെ കാറ്റഗറി പെടുത്താവുന്ന ഒരു സിനിമ. ഈ പടത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ പല സീനുകളും അതിൻ്റെ ഫസ്റ്റ് ഫ്രെയിം കാണിക്കുമ്പോൾ തന്നെ ഇതെങ്ങോട്ടാണ് പോക്കെന്ന് നമുക്ക് മനസ്സിലാവും. വീട്ടിലേക്ക് ഒരു കട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ കട്ടിൽ ഏത് റൂമിലാണ് കിടക്കാൻ പോണേന്ന് നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. അത് എന്നെ ഇവർ കാണിച്ചു തരുകയും ചെയ്യും. പിന്നീട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരാൾ വന്ന് നിന്നിട്ട് ഞാൻ കല്യാണം കഴിക്കാത്തതിൻ്റെ കാരണം പറയാൻ അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ മാത്രം ഞാൻ കല്യാണം കഴിക്കാമെന്നൊക്കെ പറയുമ്പോഴേക്കും അതിൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ചാടുള്ളൂ. ഇങ്ങനെ പല സീനുകളും പ്രഡിക്റ്റബിൾ. അതുകൊണ്ട് തന്നെ അതിൻ്റെ രസം അവിടെ പോയി. പക്ഷേ അവിടെയൊക്കെ ഇവരുടെ പെർഫോമൻസ് വെച്ച് പടം പിക്കപ്പ് ചെയ്ത് നിർത്തുന്നുണ്ട്. പിന്നെ ഈ പടത്തിലെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, ഇതിന് കണ്ടിന്യൂറ്റി മിസ്റ്റേക്കാണ് എന്താണെന്ന് ഇവിടെ ഒരു സീനിൽ കലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ അടുത്ത് വിത്തൗട്ട് എനി റീസൺ അവർ ഭയങ്കര സ്നേഹമായിരിക്കും. അങ്ങനെ കുറേ പേരുണ്ട് ഈ പടത്തിൽ. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ത്രാസിൽ തൂക്കി നോക്കുമ്പം പടം അങ്ങറ്റവും പോണില്ല എന്നാൽ ഇങ്ങറ്റവും വരുന്നില്ല. നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു മിഡിൽ നിൽക്കുന്ന ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് ഈ മധുവിധു അനുഭവപ്പെട്ടത്. നിങ്ങൾക്ക് ചിലപ്പം ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഞാൻ കണ്ടത് ഭയങ്കര ഒരു ക്രൗഡ് നിറഞ്ഞിരിക്കുന്ന ഒരു തിയേറ്ററിലൊന്നുമല്ല. ചിലപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവും. OTT കാണുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കണ്ടിട്ട് എനിക്കിതാണ് തോന്നിയിട്ടുള്ളത് ഈ സിനിമയെക്കുറിച്ച്. ഈ സിനിമയിൽ ഞാൻ പറഞ്ഞു ജഗദീഷിൻ്റെ ക്യാരക്ടറും ജഗദീഷിൻ്റെ കുറേ പെർഫോമൻസും കൂടുതൽ സാധനങ്ങൾ ജഗദീഷ് ചേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് സിനിമ തുടക്കത്തിൽ ഇത് ഒരു മേലെ പറമ്പിൽ ആൺവീട് പോലത്തെ ഒരു സെറ്റപ്പാണ്. ആഞ്ഞിലിമുട്ടിൽ കുടുംബം, ഇവിടെ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ, സർപ്പദോഷമുണ്ട്, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അവർക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും കല്യാണം മുടങ്ങിക്കൊണ്ട് പോകുന്നു. അങ്ങനത്തെ ഒരു കല്യാണമാണ് സെറ്റപ്പ്. കല്യാണമൊക്കെ ഒത്തുവരുമോ കയറുമോ അഥവാ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യാത് വാക്കിനെടുക്കും എന്നൊക്കെയുള്ളതാണ്. അതിങ്ങനെ തുടക്കമൊക്കെ വന്ന സമയത്ത് ഈ ഡയറക്ഷൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവർ വന്ന് പെർഫോം ചെയ്യുമ്പോൾ പലയിടത്തും ഫീൽ ചെയ്ത്. ഇപ്പം നമ്മുടെ ഇതേ ഉണ്ട്, റീലൊക്കെ ചെയ്യണ, കപ്പിൾ റീലൊക്കെ ചെയ്യണ നമ്മുടെ സഞ്ജു ഉണ്ട്. സഞ്ജുവൊക്കെ വന്ന് അഭിനയിക്കുമ്പോഴേക്കും സഞ്ജു ഒരു എക്സ്പ്രഷൻ ഇടാൻ വരെ 10 എക്സ്പ്രഷൻ ഇട്ടിട്ട് കിട്ടിയ പൈസയ്ക്ക് 10 ഇരട്ടി അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടെ നിൽക്കുന്നവർക്കും ഈ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യാനുണ്ട്. സഞ്ജുവിൻ്റെ മാത്രം പ്രശ്നമല്ല, സീനിയർ ആക്ടേഴ്സ് പോലും തുടക്ക സമയത്ത് ഇവർ വരുമ്പോഴേക്കും ഇവർ അവിടെ നിന്ന് അഭിനയിക്കണമെന്നുള്ള ഫീൽ നമുക്ക് സിനിമയിലേക്ക് ഇന്നായി അങ്ങനെ തോന്നുന്നില്ല. അത് തുടക്കം ഒരുപാട് ഇടത്തുണ്ടായിരുന്നു. അതുപോലെ കല്യാണി വരുന്ന സമയത്തും ഫസ്റ്റൊക്കെ കാണിച്ച സമയത്ത് ക്യൂട്ട്നെസ് കുറച്ച് ഓവർ ആക്ടിങ് പോലെയൊക്കെ ഒരു കോളേജിൽ ഒരു സീനിൽ തോന്നിയിട്ടുണ്ട്. പക്ഷേ പിന്നെ അവർ ശരിയായിട്ടുണ്ട് കേട്ടോ. തുടക്കത്തിൽ പ്രശ്നം, തുടക്കം ഇങ്ങനെയൊക്കെ പോയിട്ട് എങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ വരുന്നുണ്ട്. അത് നല്ല രസമായിരുന്നു. അവിടേക്കേക്കും പടം ഒന്ന് ഓണായി. ആ രസത്തിൽ പോയിട്ട് ആ കോൺഫ്ലിക്റ്റിൻ്റെ കാലാവധി കഴിയുമ്പോഴേക്കും അടുത്ത് വേറൊരു കോൺഫ്ലിക്റ്റ് വരുന്നു. പക്ഷേ അതൊക്കെ ചുമ്മാ കുറേയൊക്കെ ഫോഴ്സ്ഡായിട്ട് ചെയ്ത് വെച്ചിരിക്കും പോലെ ഒരു സീരിയൽ. ഇടയ്ക്ക് ഈ പടം സീരിയലാവും, ഇടയ്ക്ക് സിനിമയാവും. അതായത് ഇവരുടെ പെർഫോമൻസ് ഒക്കെ വരുന്ന സമയത്ത് സിനിമയാവും, അല്ലാത്ത സമയത്ത് സീരിയലാവും. അങ്ങനെ ഒരു കയറി ഇറങ്ങിയാണ് ഈ സിനിമ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ലാസ്റ്റ് നമുക്ക് പ്രഡിക്റ്റബിളാണ്. ഞാൻ അതിന് കൂടുതലായിട്ട് പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. അസീസ് ഗംഭീരമായിരുന്നു, നല്ലൊരു റോളായിരുന്നു, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സായികുമാറിൻ്റെ ക്യാരക്ടർ ആർക്കും ഈ പറഞ്ഞ പോലെ തെക്ക് വടക്കിനെ പോകുന്നുണ്ട്. പക്ഷേ പെർഫോമൻസ് നന്നായിരുന്നു. പിന്നെ ശ്രീജയുണ്ട്, കുറേ കാലത്തിന് ശേഷമാണ് അവർ സിനിമയിൽ കാണുന്നത്. പിന്നെ അമൽ ജോസ് എന്നൊരു പയ്യുണ്ട്, അവൻ അടിപൊളിയായിരുന്നു. പിന്നെ വിനീത് തട്ടിലുണ്ട്, ബിന്ദു പണിക്കരുണ്ട്, ഷെർഷ ഷെരീഫുണ്ട്. അവരൊക്കെ ചെറിയ റോളിലാണ്, അവരവരുടെ റോൾ ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ ഡയറക്ടർക്ക് പണി അറിയാം. പക്ഷേ ഇത് ഫസ്റ്റ് സിനിമയിലെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ കുറച്ച് പ്രഡിക്റ്റബിലിറ്റി, കുറച്ച് ഈ പറഞ്ഞ കുറച്ച് നാടകീയത,
അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഈ സ്ക്രിപ്റ്റിനെ ഒന്നുകൂടെ പൊടി തട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി നല്ല അടിപൊളിയാകുമായിരുന്നു. സ്റ്റിൽ ഇതൊരു മോശം സിനിമയല്ല, കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഹെഷാം അബ്ദുൽ വഹാബിൻ്റെ 1-2 പാട്ടുകൾ നന്നായിട്ട് തോന്നി. അതുപോലെ വിശ്വജിത്ത് ഒടുക്കത്തിലാണ് സിനിമാറ്റോഗ്രാഫർ. എഡിറ്റർ ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. ഒരിടത്ത് നിന്നിട്ട് ഒരു ട്രാൻസിഷൻ ചെയ്ത് വേറെ സ്ഥലത്തിലോട്ട് പോകുന്ന 2-3 സിറ്റുവേഷനിൽ ഒരാളുടെ മുഖം മാറുന്ന ഒരു സാധനമുണ്ട്. അത് ട്രാൻസിഷനാണ് ഒരിടത്ത് നിന്ന് അടുത്ത. പക്ഷേ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ചെയ്ത് വെച്ചിട്ട്. അത് ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പഴയ മരിച്ച ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്, അത് ക്രിഞ്ചായിരുന്നു. സ്റ്റിൽ ആ തോട്ട് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഔസേഫ് ജോണാണ് ആർട്ട്, ദിവ്യ ജോർജ് കോസ്റ്റ്യൂം, അങ്ങനെ അവരെ ജോലി ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ സിനിമ. ഇപ്പോൾ ഫാമിലി ഓഡിയൻസിനൊക്കെ ഇപ്പം ഭരതനാട്യം കണ്ടു, വാഴയെ കണ്ട് വേറൊരു പടം ഇല്ലാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സിനിമയ്ക്ക് പോകാം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വരട്ടെ.